ഹലോ നമസ്കാരം. എല്ലാവർക്കും ചില്ല ജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ട് പുതിയൊരു വർഷത്തിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് നേരുകയാണ്. അതുപോലെ കഴിഞ്ഞ വർഷം നിങ്ങൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ വർഷവും ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. നമ്മളൊരു അക്വാസ്കേപ്പിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ടാങ്ക് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈറ്റിങ്ങിനെ കുറിച്ച് പലർക്കും ഒരു ഐഡിയ ഇല്ല, ഇതെങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ധാരണ നിങ്ങൾക്ക് തരാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മുഴുവൻ വീഡിയോയും കാണുക, അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവുന്നതാണ്. പിന്നെ ഞാൻ അത്യാവശ്യം സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് അക്വാസ്കേപ്പിംഗ് പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് പ്ലാന്റ്സിനെ ഒരു 3ആയിട്ട് തിരിക്കാം. അപ്പം ഈസി പ്ലാന്റ്സ്, മീഡിയം പ്ലാന്റ്സ് ആൻഡ് ലാസ്റ്റ് അഡ്വാൻസ്ഡ് പ്ലാന്റ്സ്. അപ്പോൾ ഈ ഈസി പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിലൊരു ലോ ലൈറ്റ് കണ്ടീഷൻ മാത്രം നമുക്ക് മതിയാകും. മീഡിയം പ്ലാന്റ്സ് വരുമ്പോൾ മീഡിയം ലൈറ്റിംഗ് കണ്ടീഷൻ, അതുപോലെ അഡ്വാൻസ്ഡ് പ്ലാന്റ്സ് ആകുമ്പോൾ വെരി ബ്രൈറ്റ് ലൈറ്റ് കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ 3ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഈസി പ്ലാന്റ്സ്, അതായത് ലോ ലൈറ്റ് പ്ലാന്റ്സ്, അത് എത്രത്തോളം ലൈറ്റ് വേണ്ടി വരും എന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കുക, എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നമ്മളൊരു LED ട്യൂബ്സ് ആണ് ഇപ്പോൾ ഇതിനകത്ത് എടുക്കുന്നത്. LED ട്യൂബ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ലോക്കൽ മേടിക്കാൻ പറ്റുന്ന LED ട്യൂബ്സ്. അപ്പോൾ ഇതൊരു കമ്പനി പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ എത്ര വാട്ട്സ് ഉണ്ട്, അതുപോലെ എത്ര ലൂമിൻസ്. ഇപ്പോൾ ലൂമിൻസ് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ്. അപ്പോൾ എത്ര ലൂമിൻസ് ഉണ്ട് അതെല്ലാം ആ ഒരു ബോക്സിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ലൂമിൻസ് ഉപയോഗിച്ചിട്ടാണ് എത്ര വാട്ട്സ് അല്ലെങ്കിൽ എത്ര ലൈറ്റ് വേണം എന്നുള്ളത് നിശ്ചയിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈസി പ്ലാന്റ്സിൽ 1 ലിറ്റർ വെള്ളത്തിന് 10 മുതൽ 20 വരെ ലൂമിൻസ് വേണം എന്നാണ് പറയുന്നത്, ഒരു ഈസി പ്ലാന്റ്സ് ആകുമ്പോൾ. അതായത് ഒരു 100 ലിറ്റർ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ 1000 മുതൽ 2000 വരെ ലൂമിൻസ്. പിന്നീട് അത് ഒരു മീഡിയം പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ അതൊരു മീഡിയം ലൈറ്റിംഗ് എന്ന് പറയുന്നത് 20 മുതൽ 40 വരെ ലൂമിൻസ്. അതായത് 1 ലിറ്റർ വെള്ളത്തിന് 20 മുതൽ 40 വരെ. അത് 100 ലിറ്റർ കണക്ക് കൂട്ടുമ്പോൾ 2000 ലൂമിൻസ് മുതൽ 4000 ലൂമിൻസ് വരെ വരും. പിന്നെ വരുന്നത് അഡ്വാൻസ്ഡ് പ്ലാന്റ്സ് ആണ്. അതിൽ 40ന് മുകളിൽ, 1 ലിറ്റർ വെള്ളത്തിന് 40 ലൂമിൻസിന് മുകളിൽ, അതായത് 100 ലിറ്റർ വെള്ളം എടുക്കുമ്പോൾ 4000 ലൂമിൻസിന് മുകളിലോട്ട് പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. ഈസി പ്ലാന്റ്സിന് പെർ ലിറ്ററിന് 10 മുതൽ 20 വരെ ലൂമിൻസ്, അതുപോലെ മീഡിയം പ്ലാന്റ്സിന് 20 മുതൽ 40 വരെ, അതുപോലെ അഡ്വാൻസ്ഡ് പ്ലാന്റ്സിന് 40ന് മുകളിലോട്ട്. നമ്മൾ ഓരോ പ്ലാന്റിനും വ്യത്യസ്തമായ ലൂമിൻസാണ് വരുന്നത്. അതുകൊണ്ടാണ് ലോ ലൈറ്റ് കണ്ടീഷൻ പ്ലാന്റ്സിന് 10 മുതൽ 20 വരെ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഓരോ പ്ലാന്റിനും വ്യത്യസ്തമായിട്ടുള്ള ലൂമിൻസ് വരും. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ലഡ്വീഗിയ എന്നുള്ള പ്ലാന്റിന് 17 മുതൽ 52 വരെ ലൂമിൻസ് ആണ് വേണ്ടത്. അതായത് 100 ലിറ്റർ കണക്ക് കൂടുമ്പോൾ 1700 ലൂമിൻസ് മുതൽ 5200 ലൂമിൻസ് വരെ. അപ്പോൾ നമ്മൾ ഈ ഒരു 1000 ലൂമിൻസുള്ള ട്യൂബ് മാത്രമാണ് ഇടുന്നതെങ്കിൽ ഈ ഒരു പ്ലാന്റ് അതിനകത്ത് പിടിക്കും, പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ നമ്മൾ 2 ട്യൂബ് വെക്കുകയാണെങ്കിൽ, 1000 ലൂമിൻസിൻ്റെ 2 ട്യൂബ് വെക്കുകയാണെങ്കിൽ അപ്പോൾ 2000 ലൂമിൻസ് വരും. അപ്പം ഈ പ്ലാന്റ് നല്ലപോലെ തന്നെ അതിനകത്ത് വളർന്നു വരും. ഇപ്പം നമ്മൾ താഴെ സജിറ്റാരിയ എന്നുള്ള പ്ലാന്റ് കാണാം, അതിന് 10 ലൂമിൻസ്, അതായത് 100 ലിറ്റർ വരുമ്പോൾ 1000 ലൂമിൻസ് മതിയാകും. അപ്പം നമുക്ക് ഒരു ട്യൂബ് 1000 ലൂമിൻസിൻ്റെ ട്യൂബ് വെച്ച് കൊടുത്താൽ ഈസി ആയിട്ട് ഈ പ്ലാന്റ് വളരുന്നതാണ്. അപ്പോൾ അതുപോലെയാണ് ഓരോ പ്ലാന്റിൻ്റെയും ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മാർസില എന്ന് പറഞ്ഞൊരു പ്ലാന്റൊക്കെ വളരെ കുറവ് ലൈറ്റിംഗ് കണ്ടീഷൻ മതി, 6 ലൂമിൻസ് മതി അതിന് വളരാനായിട്ട് ആവശ്യമായ ലൈറ്റിങ്. അപ്പം നമുക്ക് ഇങ്ങനെ ഓരോ പ്ലാന്റ്സിനും വ്യത്യസ്തമായിട്ടുള്ള ലൂമിൻസ് ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം പ്ലാന്റ്സ് തിരഞ്ഞെടുക്കാനും അതുപോലെ ലൈറ്റിങ് തിരഞ്ഞെടുക്കാനും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു. ഇനി ഞാൻ ഒരു ട്യൂബ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇത് വിപ്രോൻ്റെ ഗാർനെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു LED ട്യൂബാണ്. 10 വോൾട്ടാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ ടാങ്കിന് ഇത്ര ലിറ്റർ കണക്ക് കൂട്ടുക, ആ ലിറ്ററിന് ഇത്ര ലൂമിൻസ് എന്നുള്ളത് നമുക്ക് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ലൈറ്റിംഗ് കണ്ടീഷൻ മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ്. 10 വോൾട്ട് ട്യൂബ്
അതുപോലെ 950 ലൂമിൻസ്. അപ്പോൾ ഓരോ പ്ലാന്റിന് അതിനനുസരിച്ചുള്ള ലൂമിൻസ് ചെക്ക് ചെയ്ത് ഇത്ര ലൈറ്റിംഗ് കണ്ടീഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഞാൻ അതിന് മറുപടി തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.